ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഒരു അടിപൊളി സൂപ്പർ സൂപ്പർ എപ്പിസോഡാട്ടോ. ഭവാനിയും അഞ്ജനയും വന്ന് ഭൂമിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഭൂമി പറയും, തോന്നിയതുപോലെ എന്തും വിളിച്ചു പറയരുത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളൊന്നും തോന്നിയ പോലെയല്ല ജീവിക്കുന്നത്. നിങ്ങളിപ്പോ എന്നെ മാത്രമല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളെയാ അപമാനിച്ചിരിക്കുന്നത്. ഞാൻ ആരുടെയും കരുണയിലല്ല ജീവിക്കുന്നത്. അധ്വാനിച്ച് ഞാൻ തന്നെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഞ്ജന പറയും, നീ എങ്ങനെയാ ജീവിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭൂമി പറയും, എന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രയേറെ അറിയാമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാ ഉള്ളത്, നിങ്ങൾക്കോ നാട്ടുകാർക്കോ അല്ല. പിന്നെ ഒന്നുകൂടെ പറയാം, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണ് തീയാണ്, തീ. അതിനെ തൊട്ടാ പൊള്ളും, വെന്തുപോവും. അഞ്ജന പറയും, നിന്റെ അമ്മയുടെ എല്ലാ കഴിവും നിനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നന്നായി ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷെ നീ എന്ത് പറഞ്ഞാലും നല്ലവളാവാൻ പോകുന്നില്ല. നീ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഭവാനി പറയും, ഇവളോ നല്ലവളോ? ഇവളുടെ അച്ഛനും അമ്മയും നല്ലവളായിട്ട് വേണ്ട ഇവള് നന്നാവാൻ. വെറും ഒരു കള്ളനാ നിന്റെ അച്ഛൻ. സ്വന്തമായി നിനക്കൊരു വീടുണ്ടോ? വെറും ഒരു ചായക്കട നടത്തുന്ന നിനക്ക് അജയെ വേണല്ലേ? വല്ലാത്തൊരു മോഹായി പോയത്. ഞങ്ങളുടെ കുടുംബത്തിലെ വേലക്കാരിയാവാനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. ഭൂമിക്ക് ഇതൊക്കെ കേട്ടിട്ട് സങ്കടം ദേഷ്യം വരാട്ടോ. അഞ്ജന പറയും, നിന്നോട് അധികം സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമല്ല. വൈകാതെ എന്റെ അജയുടെയും കല്യാണമാണല്ലോ, അതിന്റെ തിരക്കുണ്ട്. നിന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. അജയും നീയും തമ്മിൽ പ്രണയത്തിലാണ്. അവൻ നിന്റെ കഴുത്തിലെ താലി കെട്ടുന്നൊക്കെ നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു. അത് നടക്കാത്തതിനാൽ കരഞ്ഞിരിക്കുന്ന നിന്നെ കാണാനും കുറച്ച് വർത്താനം പറയാനൊക്കെ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ വെറും ഒരു ചായക്കടക്കാരിയാ, ഒരു ടാക്സി ഡ്രൈവറുടെയും നാടക നടിയുടെയും മകള്. അതുകൊണ്ട് നിനക്ക് ആഗ്രഹിക്കാവുന്നതിലെ ഒരു പരിധിയുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നീ സ്വപ്നം കാണരുത്. നീ സ്വപ്നം കണ്ട അജയെ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ, എന്നെ സ്വന്തമാക്കാൻ പോവാ. ആ രംഗം കൺകുളിർക്കെ കാണാൻ നീ വരണം. എന്റെ കല്യാണം കാണാൻ നീ വരണം. അപ്പൊ ക്ഷണിച്ചിരിക്കുന്നു, മറക്കരുത്, നീ വരണം എന്നും പറഞ്ഞേ വാ അമ്മേ. അഞ്ജനയും ഭവാനിയും അവിടുന്ന് പോകാ. ഭൂമിക്ക് ഇങ്ങോട്ട് സങ്കടവും ദേഷ്യവും വരണേ. മരിച്ചുപോയ അച്ഛനെയും അമ്മേനെയും അപമാനിച്ചത് ഭൂമിക്ക് ഒട്ടും സഹിച്ചിട്ടില്ല. ഭൂമി അറിയാം, അമ്മയും മകളും ഒന്ന് നിന്നേ. നിങ്ങൾ ഏത് തരക്കാരാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം അഞ്ജന. എന്നിട്ടും നിന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് കാരണം നീ എന്നെപ്പോലെ ഒരു പെണ്ണായതുകൊണ്ടാണ്. ഒരു പെണ്ണിന്റെ മനസ്സല്ല നിന്റേതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആയിരുന്നെങ്കിൽ എന്റെ അച്ഛനെയും അമ്മയെയും നീ ഇങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു, അപമാനിക്കില്ലായിരുന്നു. എന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എനിക്ക് സഹിക്കാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരോടും കരുണ കാണിച്ചാൽ എന്റെ അച്ഛൻ എന്നോട് പൊറുക്കില്ല, ദൈവം പോലും പൊറുക്കില്ല. ഭവാനിക്കും അഞ്ജനയ്ക്കും ഇത് കേൾക്കുമ്പോ പുച്ഛം. ഭൂമി അറിയും, അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ അജയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോ അഞ്ജനയും ഭവാനിയും ഞെട്ടിപ്പോവും. അഞ്ജനയ്ക്കും, നീ തീരുമാനിച്ചാ മതിയോ? അതിന് അജയ് സമ്മതിക്കണ്ടേ? ഭൂമി അറിയും, സമ്മതിക്കും, അതെനിക്കറിയാം. വിവാഹ മണ്ഡപത്തിൽ വെച്ച് അജയ് താലി എടുത്ത് കെട്ടുന്നത് അഞ്ജനയുടെ കഴുത്തിലായിരിക്കില്ല, ഈ ഭൂമിജയുടെ കഴുത്തിലായിരിക്കും. ഇത് കേൾക്കുമ്പോ അമ്മയും മോളും നന്നായിട്ട് പേടിക്കും. എന്നാലും ഭവാനി പറയും, സ്വപ്നം ആർക്ക് വേണമെങ്കിലും കാണാം, അത് നടക്കണം എന്നൊന്നുമില്ല. ഭൂമി പറയും, ഈ സ്വപ്നം നടക്കും. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഭൂമിയുടെ കയ്യിൽ പെന്നുണ്ടല്ലോ. അഞ്ജന കൊടുത്ത ആ ലെറ്ററില് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഭവാനിക്ക് കൊടുക്കും. ഇതിൽ ചെറിയൊരു തിരുത്തുണ്ട്. വധുവിന്റെ പേര് അഞ്ജന എന്നല്ല, ഭൂമിജ എന്നാണ്. ഇത് കാണുന്ന അഞ്ജനയും ഭവാനിയും അത് നോക്കി ഞെട്ടലോടെ നിക്കാട്ടോ. ഭൂമി അറിയും, അതേ സ്ഥലം, അതേ മുഹൂർത്തം, അമ്മയും മകളും കല്യാണത്തിനുണ്ടാവണം. അപ്പൊ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു, മറക്കരുത്, നിങ്ങൾ രണ്ടുപേരും വരണം. ഇപ്പൊ ഭവാനിയും അഞ്ജനയും നന്നായി പേടിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താണ്. ആൽഫ്രഡ് വന്ന അജയോടേക്കും, നീ ഭൂമിയെ കണ്ടില്ലേ? അജയ് പറയും, കണ്ടിരുന്നോ? അവളാണ് ശരി, ഞാൻ അവൾക്ക് മുന്നിൽ അങ്ങനെ ഒരു ആവശ്യം വെക്കാൻ പാടില്ലായിരുന്നു. അത് ശരിയല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ, നീ നിർബന്ധിച്ചോണ്ടാ ഞാൻ വീണ്ടും പോയത്. ആൽഫ്രഡ് പറയും, നീ ഒന്നുകൂടെ തെളിയിച്ചു പറ. അജയ് പറയും, അഭിനയിക്കാം, പക്ഷേ വിവാഹ മണ്ഡപത്തിൽ വെച്ചിട്ട് ആ കല്യാണ നാടകം കളിക്കാൻ അവളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഞ്ജനയെ ആക്ഷേപിക്കാൻ കഴിയില്ല, അത് ശരിയല്ലെന്നാ അവള് പറഞ്ഞത്. ഇത് തന്നെയല്ലേ നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞത്? ആൽഫ്രഡ് പറയും, അതെനിക്കറിയാം, പക്ഷെ വിവാഹത്തിന് വിശ്വാസ്യത വരണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. നാട്ടുകാരുടെയും വീട്ടിലുകാരുടെയും മുന്നിൽ വെച്ച് താലി കെട്ടണം, എങ്കിലേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് വീട്ടുകാർ വിശ്വസിക്കൂ. നീ ഭൂമിയെ കൂട്ടി വീട്ടിലേക്ക് വന്നാ ഞാൻ ഇവളെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കണം എന്നില്ല. അജയ് പറയും, എനിക്കറിയാം, അതുകൊണ്ടാ നീ നിർബന്ധിച്ചപ്പോ മനസ്സില്ല മനസ്സോടെ ഞാൻ സമ്മതിച്ചത്. അത് നടക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇപ്പൊ പിന്മാറുകയും ചെയ്തു. ഭൂമിയുടെ പക്ഷത്താണ് ന്യായം, അവളെ കുറ്റം പറയാൻ പറ്റില്ല. അവൾ ആരെയും മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കാറില്ല. എല്ലാവരുടെയും സങ്കടം അവളുടെയും കൂടെ സങ്കടാ. അവളുടെ ക്യാരക്ടർ അങ്ങനെയാ. ഈ വിവാഹ നാടകത്തിന് നിന്ന് തന്നാൽ അവൾ ആഗ്രഹിക്കുന്ന പലതും നടക്കും. എന്നിട്ടും അഞ്ജനയെ അപമാനിക്കാൻ പറ്റില്ല എന്നുള്ള കാരണത്താൽ അവൾ പിന്മാറി. അഞ്ജനയ്ക്ക് ഭൂമിയെ ഇഷ്ടമല്ല, ഭൂമി ഒരു ശത്രുവിനെ പോലെ അവള് കാണുന്നത്. എന്നിട്ട് പോലും ഭൂമി അഞ്ജനയെ കുറിച്ച് ഓർത്തു. ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. അജയ് പറയും, നിനക്ക് അവളുടെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം, എന്നിട്ടാണോ ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് നീ എന്നെ അവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? ആൽഫ്രഡ് പറയും, വേറെ വഴിയൊന്നും കണ്ടില്ലടാ, നിന്നോടുള്ള സിമ്പതി കാരണം സമ്മതിക്കുന്നു കരുതി. ഇനിയിപ്പോ എന്ത് ചെയ്യടാ?
ആൽഫ്രഡ് പറയും നിങ്ങളുടെ വിവാഹം നടക്കരുത്, വേറൊരു വഴി നോക്കണം അല്ലേ, അതിന് വേറൊന്ന് ആലോചിക്കാം. എന്നാ പിന്നെ ഞാൻ പോട്ടേടാ എന്ന് പറഞ്ഞ ആൽഫ്രഡ് പോകാൻ തുടങ്ങാട്ടോ. അപ്പൊ അജയ്ക്ക് ഒരു കോള് വരും. ഡാ ഭൂമി വിളിക്കുന്നു. അപ്പൊ ആൽഫ്രഡും അജയും കൂടെ ആ കോൾ അറ്റൻഡ് ചെയ്യാം. ആ ഹലോ ഭൂമി, എന്താ പറ. ഭൂമി പറയും എനിക്ക് സമ്മതാണ് സാർ, നിങ്ങൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഞാൻ സമ്മതിക്കുന്നു. അജയ് ഞെട്ടിപ്പോവും. വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ നമ്മുടെ വിവാഹം നടത്താം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നടത്താം. അജയ്ക്ക് സന്തോഷവും. ഭൂമി ഭൂമി അറിയും എനിക്ക് സാറിനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം ഇപ്പൊ തന്നെ. അജയ് പറയും ശരി കാണാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് കട്ട് ചെയ്തെങ്കിലും ഭൂമിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ആൽഫ്രഡ് ചോദിക്കും എന്താടാ. എടാ ഭൂമി സമ്മതിച്ചു, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും അംഗീകരിക്കാന്നാ പറഞ്ഞത്. ആൽഫ്രഡിനും സന്തോഷമുണ്ടാ എന്ന് പറഞ്ഞവർ രണ്ടാളും കെട്ടിപ്പിടിക്കാട്ടോ. അജയ് പറയും പതുക്കെ. അങ്ങനെ ഇവര് ഭയങ്കര ഹാപ്പിയാ. പിന്നീട് കാണിക്കുന്നത് അജയ് ആൽഫ്രഡും ഒരു സ്ഥലത്ത് വന്നിരിക്കുക. അല്ലടാ ഭൂമിക്ക് എന്ത് പറ്റി, പെട്ടെന്നൊരെങ്കിലും മനമാറ്റം. അജയ് പറയും അറിയില്ല, ഞാൻ എന്തായാലും പ്രതീക്ഷ കൈവിട്ടതായിരുന്നു, ഇതിപ്പോ ഒരു സർപ്രൈസ് ആയി പോയി. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ ഭൂമി വരും. അജയ് നല്ല സന്തോഷത്തിൽ നോക്കുക. ഭൂമി വരെ നോക്കിക്കൊണ്ടേ പഴയ കാര്യങ്ങൾ ആലോചിക്കണേ. അംബിക ഭൂമി സ്വന്തം മകളല്ലെന്ന് പറഞ്ഞതും പിന്നെ അഞ്ജനയും ഭവാനിയും കൂടെ വന്ന് അപമാനിച്ചതെല്ലാം. വരൂ ഭൂമി എന്ന് പറഞ്ഞ അജയ് അടുത്തേക്ക് ചെല്ലും. അങ്ങനെ 3 പേരും കൂടെ ആ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ. എന്നിട്ട് അവിടെ ചെന്നിരിക്കും. അജയ്ക്കും എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ മനംമാറ്റം ഉണ്ടാവാൻ എന്താ സംഭവിച്ചത്. ഭൂമി അറിയും എന്റെ ജീവിതത്തിൽ സംഭവങ്ങൾക്ക് ക്ഷാമമില്ലല്ലോ, ഓരോ നിമിഷവും അതുണ്ടായിക്കൊണ്ടിരിക്കല്ലേ. പെട്ടെന്നാണ് തീരുമാനം എടുത്തതെങ്കിലും വളരെ ആലോചിച്ചെടുത്ത തീരുമാനം. ആൽഫ്രഡ് വയ്ക്കും അപ്പൊ ഭൂമി അജയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു, ഇനി വാക്കുമാറ്റില്ലല്ലോ. ഭൂമി അറിയും ഇല്ല, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ വന്നത്. അജയ്ക്ക് അപ്പൊ ഭയങ്കര സന്തോഷാവട്ടോ. ഭൂമി അറിയും വിവാഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട കാര്യമാണ്, അതിനെ ഇങ്ങനെ ഒരു നാടകമായിട്ട് കളിക്കുന്നത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആദ്യമൊക്കെ എതിർത്തത്. ചില കാരണങ്ങളാൽ അന്നെടുത്ത തീരുമാനം എനിക്കിപ്പോ മാറ്റേണ്ടി വന്നു. അജയ് പറയും എനിക്കറിയാം ഭൂമി, എന്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാ നമ്മുടെ ഈ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു രീതിയിലേക്ക് പോകും. ഭൂമി പറയും എനിക്ക് മനസ്സിലാകും, ഈ വിവാഹ നാടകത്തിന് എനിക്ക് സമ്മതമാണ്, പക്ഷേ 2-3 കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് തരണം. അജയ് ആൽഫ്രഡിനെ നോക്കും. ആ ഭൂമി പറ. നിങ്ങളൊരു പോലീസ് ഓഫീസറാ, സ്വാധീനവും നിയമത്തിന്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്കുണ്ട്. എന്റെ അമ്മയെ പുറത്തെത്തിക്കാൻ നിയമപരമായിട്ട് നിങ്ങൾ സഹായിക്കണം. അജയ് പറയും ഞാൻ വാക്ക് തരുന്നു, തന്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. ഭൂമി അറിയും മറ്റൊരു കാര്യം, ഈ വിവാഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന ഒരു ചടങ്ങ് മാത്രമായിരിക്കും. നിയമപരമായി ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല, എന്നാ സമൂഹത്തിന് മുന്നിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കും. നിങ്ങളുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഞാൻ ആ വേഷം ചെയ്യും. പക്ഷെ അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു യഥാർത്ഥ ദാമ്പത്യ ബന്ധം ഉണ്ടായിരിക്കില്ല. എന്റെ വ്യക്തിത്വത്തെയും അതിരുകളെയും നിങ്ങൾ ബഹുമാനിക്കണം. എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീ അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യം എനിക്കുണ്ടാവണം. ആ ഉറപ്പാണ് എനിക്ക് വേണ്ടത്. അജയ് പറയും ആ ഒരു ഉറപ്പാണ് എനിക്കും വേണ്ടത്. ഭൂമി പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കും. തന്റെ സ്വാതന്ത്ര്യം ഞാൻ എന്തായാലും ഇല്ലാതാക്കില്ല, അത് ഉറപ്പാ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അത് ആൽഫ്രഡിനും ഭയങ്കര സന്തോഷമാവും. അതുപോലെ ആയിരിക്കണം തിരിച്ചും. ഈ വിവാഹം നിയമപരമായിട്ട് നടക്കുന്നതായിരിക്കില്ല. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചൊരു വിവാഹമാണിത്. എന്നെ വിശ്വാസമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഭൂമി പറയും വിശ്വാസമായതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, നമുക്ക് മുന്നോട്ട് പോവാം. അജയ് പറയും അഞ്ജന മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ അല്ലെങ്കിൽ നയനയുടെ മടങ്ങി വരവ് വരെ മാത്രമാണ് നമ്മുടെ ഈ അഭിനയം. അത് കഴിഞ്ഞാ തനിക്ക് തന്റെ വഴി, എനിക്ക് എന്റെ വഴി, അത് മറക്കരുത്. ഭൂമി പറയും മറക്കില്ല. ആൽഫ്രഡ് പറയും ഇവന്റെ വീടിനെ കുറിച്ച് ഭൂമിക്ക് അറിയാലോ, ആ വീട്ടിലെ മരുമകളായിട്ട് അങ്ങോട്ട് വരുന്നത്, ആ വീട്ടിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംസ്കാരമൊക്കെ അതേപടി പിന്തുടർന്ന് ജീവിക്കണം. കുടുംബത്തിലെ എല്ലാവരെയും ബഹുമാനിക്കണം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുകയാണെന്ന് ഒരാൾക്കും തോന്നരുത്. ഭൂമി പറയും ഇതൊക്കെ എനിക്ക് അറിയാലോ, പറഞ്ഞു തരണോ. അപ്പോഴേക്ക് ഇവർക്ക് ജ്യൂസ് വരും കേട്ടോ. അങ്ങനെ ഭൂമി എന്തോ ആലോചിച്ചിരിക്കുമ്പോ അജയും ആൽഫ്രഡും ശ്രദ്ധിക്കും. അജയ്ക്കും എന്താ ആലോചിക്കുന്നത്. ഭൂമി അറിയും ഞാൻ ആലോചിക്കുന്നത് ഞാനിപ്പോ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്നെങ്കിലും 2 വഴിക്കും പിരിയേണ്ടവരാ നമ്മള്. അപ്പോഴും പുറം ലോകത്തിന് മുന്നില് ഭൂമി കല്യാണം കഴിഞ്ഞൊരു പെണ്ണാ. സത്യം നമുക്കല്ലേ അറിയൂ. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ കെട്ടാൻ ആരാ വരിക. ചിലപ്പോ ഒരു കൂട്ടില്ലാതെ എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും. എനിക്കതറിയാം. അത് കേൾക്കുമ്പോ അജയുടെ ആൽഫ്രഡിന്റെയും മുഖത്തൊരു സങ്കടം വരാട്ടോ. എന്നിട്ടും ഈ വിവാഹ അഭിനയത്തിന് ഞാൻ കൂട്ടി നിൽക്കുക. എന്റെ മുന്നിൽ ഇപ്പൊ ഞാനില്ല, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ വേഷം കെട്ടുന്നത്. എന്റെ അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം, എന്റെ കൂടെ ഉണ്ടാവണം, വാക്ക് മാറ്റരുത്. അജയ് പറയും ഇല്ല ഭൂമി, ഞാൻ വാക്ക് മാറ്റില്ല, ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഭൂമി പറയും ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, വിവാഹം നടക്കട്ടെ, ഞാൻ നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കാം. അജയ് പറയും ഞാൻ നിന്റെ ഭർത്താവായിട്ടും. അങ്ങനെ അജയ് കൈ കൊടുത്ത് 2 പേരും കൈ പിടിച്ചിങ്ങനെ നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോഴും ഭൂമിക്ക് എന്നെ കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്